നമസ്കാരം, ഹിൽടോപ്പ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഷവർമ കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാലോ. അപ്പം കിഡിലൻ ഷവർമയുടെ വീഡിയോ ആണ് ഇന്ന്. നേരെ വീഡിയോയിലേക്ക് വിട്ടേക്കാം. അപ്പോൾ ഷവർമയൊക്കെ ചെയ്യുമ്പോഴേ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് തന്നെ വേണം. അതാകുമ്പോൾ അതിലാണ് കൂടുതൽ ഇറച്ചിയുള്ളത്. അങ്ങനത്തെ ഒരു 12 ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഇറച്ചി സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഉണ്ടോ കറക്റ്റായിട്ട് ഇതിൽ നിന്ന് എല്ല് സെപ്പറേറ്റ് ആക്കി ഇറച്ചി മാത്രമായിട്ട് മുറിച്ചെടുക്കാം. കണ്ടോ, ഇതാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇറച്ചി തന്നെയായിട്ട് കിട്ടും. നല്ല ദശയുണ്ട്. ഇത് നമുക്ക് കനം കുറച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിൽ നല്ല ഇറച്ചിയെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റത്തെയാണ്. ഇത് നമുക്ക് പടപടയെന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ കട്ട് ചെയ്ത് വെച്ച മീറ്റ് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ കഴുകിയെടുക്കാം നന്നായിട്ട്. ഇനിയിപ്പം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനകത്തേക്ക് ആദ്യം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇറച്ചി. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ മിക്സിയിൽ പേസ്റ്റാക്കി എടുത്താണ്. അപ്പോൾ അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ. മുളക് പൊടി എനിക്ക് ഇട്ടിടുക. ഇപ്പം കളറ് കുറച്ചും കൂടെ വേണ്ടവർക്ക് കാശ്മീരി ചില്ലിയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ മുളക് പൊടിയാണ് ഇട്ടിടുന്നത്. അടുത്തായിട്ട് നമുക്ക് ഒന്നിനും ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനം മഞ്ഞൾപ്പൊടി. ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ചാട്ട് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചാട്ട് മസാല ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. അത്രയ്ക്ക് ആവശ്യമുള്ള സാധനമൊന്നുമല്ല. നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളത് ഇട്ടാണ്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാരിനേഷനുള്ള എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മിക്സ് ചെയ്തൊരു 1 മണിക്കൂർ വയ്ക്കണം. എന്നിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. നമ്മുടെ ഈ പൊടികളും അതേപോലെ ഈ തൈരും എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നമുക്ക് നല്ല രീതിയിൽ ഇത് മിക്സാക്കി കൊടുക്കാം. നമ്മളെല്ലാ മസാലയും എല്ലാ ചിക്കൻ പീസിലും എത്തുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1 മണിക്കൂർ നമുക്ക് ഇവിടെ ഒന്ന് റെസ്റ്റിന് വെക്കാം. എന്നാലേ ഇതിനകത്ത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പയ്യെ തീയൊക്കെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഷവർമ നമുക്ക് സെറ്റാക്കണ്ടേ. അപ്പോൾ നമ്മുടെ തീയൊക്കെ ഇവിടെ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ആയിട്ടുണ്ട്. 1 മണിക്കൂർ ആയില്ല കേട്ടോ, ഒരു 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കോർത്തെടുക്കാം. കറക്റ്റായിട്ട് കണ്ടോ, നമ്മുടെ എക്യുപ്മെൻറ്റിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഐറ്റം എങ്ങനെയുണ്ട് കമൻറ്റ് പോരട്ടെ കേട്ടോ. കാര്യം ഇത് താഴത്തേക്ക് ചിക്കൻ പോകാതിരിക്കാനാണ് ഞാൻ ഈ കമ്പി പോലെ ഇങ്ങനെ കെട്ടിയത്. മുളയുടെ കമ്പാണ് കേട്ടോ. മൊത്തത്തിൽ അടിയിൽ വണ്ണം കൂടിയത് അതിൻ്റെ ഉള്ളിലേക്ക് ചെറുത് ഇറക്കി വെച്ചാണ്. ഇങ്ങനെ ചിക്കൻ ഓരോന്നും ഇങ്ങനെ കറക്റ്റായിട്ട് കോർത്തെടുക്കണം. ഉണ്ടോ, ഇങ്ങനെ എടുക്കുക. നമ്മുടെ ഈ കമ്പേക്കൂടെ ഇങ്ങനെ ഇറക്കി കൊണ്ടുവരിക. ഇവിടെ ഇങ്ങനെ ചേർത്ത് വെക്കുക. അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ
ഇതിനകത്ത് കോർത്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ ഷവർമ്മയ്ക്കുള്ള സാധനമെല്ലാം ഫുള്ള് നമ്മളിങ്ങനെ കോർത്ത് എടുത്തിട്ടുണ്ട്. തീ നല്ല ചൂടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കൊരു തക്കാളി നമുക്ക് അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഒരു രസത്തിന് തക്കാളിയും കൂടി ഇരിക്കട്ടെ. നമ്മുടെ ഷവർമ്മ നമുക്ക് തീന്ന് ചൂടൊക്കെ അടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടേക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച് കല്ലൊക്കെ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഇതുപോലെ നിന്നോളും. നമുക്ക് തിരിക്കണമെങ്കിൽ നൈസായിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ ഈ തീ പയ്യെ ആ ചിക്കൻ്റെ അടുത്തോട്ട് കുറച്ചുകൂടെ നീക്കിയിടാം. ചിക്കനൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചൂടടിച്ചാലേ ആവുള്ളൂ. കരിയത്തൊന്നുമില്ല എന്താണെങ്കിലും, കാരണം ഡയറക്റ്റ് നമ്മൾ തീയിലേക്ക് വെക്കണില്ലല്ലോ. നമുക്ക് ഷവർമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് കൊടുത്ത് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഉണ്ടോ, നല്ല രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ജലാംശമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ചൂടടിക്കുമ്പോഴേ കരിയാതെ നമ്മൾ കറക്റ്റായിട്ട് തിരിച്ച് ഓരോ സൈഡും ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴല്ലോ അതിങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോയി ഇങ്ങനെ ഡ്രൈ ആയി വരുന്നത് കാണാൻ പറ്റും. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വരുമ്പോൾ അത് കണ്ണിൽ നിന്ന് പിന്നെ വെള്ളം പോകുന്നത് കാണാം. ആരെൻ്റെയോ? അതെ. ഇതെന്ന് പറഞ്ഞാൽ തീ അതിലോട്ട് കയറി കത്തുന്നില്ല, പക്ഷെ എന്നാലും ആ വെള്ളം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അതിങ്ങനെ വരുന്നില്ലേ. നോക്കി നമുക്ക് വേണം ടൈം ലാപ്സ് വെച്ച് അടിപൊളിയായിരിക്കും. അടിപൊളിയായിരുന്നല്ലേ. അപ്പോൾ നമ്മുടെ ഷവർമ്മയുടെ പുറമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഏകദേശം സംഭവം എല്ലാം ഒന്ന് മുറിച്ചിട്ട് വേണം. നല്ല ചൂടാടാ. ഇവിടെ വെച്ചിട്ടേ പുറം സൈഡ് അങ്ങ് ചെത്തി എടുത്താലോ. അപ്പോൾ ഇതിൻ്റെ ഈ മുകളിലെ ആയ വശം മാത്രം നമുക്കിങ്ങനെ മുറിച്ചിടാം. സാധനം കണ്ടോ, ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ സൈഡും കറക്റ്റായിട്ട് തിരിച്ച് വെച്ച് ഇതാക്കിയോണ്ട് പൊളിയായിട്ട സാധനമാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പ്രോപ്പർ ഷവർമ്മ. എടാ ഇതൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് സാധനം. നല്ല ചൂടാ. നമുക്കിനി ഇത് അവിടെ തന്നെ വെക്കാം അല്ലേ? ഇനി അത് ചൂടാവട്ടെ, അടുത്ത മൊയിലിയുമ്പോൾ എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് തന്നെ വെച്ചാലോ? അതെ, ഓക്കെ, അതിലോട്ട് വെച്ചോട്ടെ. അപ്പോൾ ഇനി അതും കൂടെ ആവട്ടെ. അത് നമുക്കിത് റോളാക്കി പഠിക്കാം അല്ലേ? അതെ, ഇനി അതാണ് മുഖ്യം. ഉണ്ടോ? അപ്പം നമ്മുടെ ഷവർമ്മ പെട്ടയ്ക്കാനുള്ള സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ സൂപ്പറായിട്ട് ഇതിൻ്റെ ആ പുറമൊക്കെ നല്ല രീതിയിൽ ബന്ധം വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് വലിയ പീസാണ്, നമുക്ക് ചെറുതാക്കാം. കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് വേണം അത് റോൾ ചെയ്തെടുക്കാൻ. ചിക്കനൊക്കെ എന്ന് പറഞ്ഞാൽ പൊളിയായിട്ട് ഇതാ എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്ക് ഷവർമ്മ റോളാക്കുകയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഷവർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബൂസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിത് നേരത്തെ ചിക്കൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്തിങ്ങനെ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ചപ്പാത്തിയിൽ പൊളിയാണ് കേട്ടോ. നമ്മളപ്പോൾ ചപ്പാത്തിയും കൊണ്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഗോതമ്പുമാണ്, നമുക്ക് വേറെ പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് മയണൈസ് നമുക്ക് ചപ്പാത്തിയുടെ മുകളിലേക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് എന്നിട്ട് ഇതങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചപ്പാത്തി മൊത്തത്തിൽ എല്ലായിടത്തും ഒരുപോലെ അങ്ങോട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. മയണൈസ് നല്ല രീതിയിൽ നമ്മുടെ ചപ്പാത്തിയിൽ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ കുബൂസാണെങ്കിൽ കുബൂസിനും തേച്ച് കൊടുക്കണം. ഒരിക്കലും ആ ഡ്രൈ ആയിരിക്കുന്ന ഫീൽ വരരുത്. ഉണ്ടോ? അപ്പോൾ എല്ലായിടത്തും നമ്മൾ അടിപൊളിയായിട്ട് മയണൈസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് കൊടുക്കുക. ഇവിടെ മെയിനായി ചിക്കനൊന്നും ഒട്ടും കുറയ്ക്കണില്ല. ഇതിപ്പോൾ റോൾ ചെയ്യാൻ പറ്റുമോ ഒരുപാട് ഇട്ടാ? പിന്നെ വെജിറ്റബിൾസ് ഉണ്ടാണോ?
ആ അതാ പറഞ്ഞ റോൾ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ചിക്കൻ എത്രയായി? അപ്പോൾ ഇനി നമുക്ക് ക്യാബേജ്, വെജിറ്റബിൾസും വേണം കേട്ടോ, ഇതിൻ്റെ മെയിൻ സാധനമാണ് ക്യാബേജ്. അതേപോലെ തന്നെ ടൊമാറ്റോ, തക്കാളി, കുക്കുംബർ, ഏറ്റവും മുകളിൽ കുറച്ച് ക്യാരറ്റും ഇതിലിങ്ങനെ എടുത്തരിഞ്ഞിരിക്കുക. എന്നിട്ട് കുറച്ച് മയണൈസും കൂടെ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. സംഭവം കളറായിക്കോട്ടെ എന്ന്. നമുക്ക് കറക്റ്റായിട്ട് റോൾ ചെയ്യാം. റോൾ ചെയ്തിട്ട് ബട്ടർ പേപ്പറിൽ പൊതിയേണ്ടത് ബട്ടർ പേപ്പറിൽ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഇവനെ അങ്ങോട്ട് ടൈറ്റ് ആക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടുക. കണ്ടോ, ഈ സൈഡ് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ട് റോൾ ചെയ്തെടുക്കുക. ഇനി ഒരു പ്ലേറ്റ് ഷവർമയും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്നുമില്ല, ഇതേപോലെ നമ്മൾ റോൾ ചെയ്യുന്നില്ല, അടിയിൽ ബേസായിട്ടൊരു ഇതേപോലെ തന്നെ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ കുബൂസ് കൊടുക്കുക, മയണൈസ്. അപ്പോൾ സോസൊക്കെ ഇതിലിങ്ങനെ ചേർക്കുമ്പോണ്ടല്ലോ ഒരു കാരണവശാലും ഒരു കുറവും വരുത്തണ്ട, അങ്ങോട്ട് ചേർത്ത് വിട്ടേക്കുക. ഇപ്പം ഓരോരുത്തർ പറയുന്നതാണ് മയണൈസ് അതേപോലെ തന്നെ ഫാറ്റിയാണ്, അങ്ങനെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് അല്ലേടാ. പിന്നെ എന്താണെങ്കിലും ഓരോന്നും നമുക്ക് പണിയെടുക്കുന്നതിനൊരു മടിയും വരുത്തരുത്. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക, ഇതിലേക്ക് നമ്മുടെ ചിക്കൻ വാരി അങ്ങോട്ട് പെട്ടയ്ക്കുക. ഉണ്ടോ, അതിന് പകരം ആ റോൾ ചെയ്യുന്നതിന് പകരം സെൻറ്ററിൽ കൊടുക്കുന്നതിന് പകരം ഫുള്ള് ചിക്കൻ കൊടുക്കുക. ഇത്രയും ചിക്കനൊന്നും ഒരിക്കലും കടന്ന് മേടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഇങ്ങനെ എടുക്കുക, വെജിറ്റബിൾസ് ഇതേപോലെ തന്നെ കൊടുക്കുക. എല്ലാ സാധനവും കറക്റ്റായിട്ട് ഇത് വെജിറ്റബിൾസ് എല്ലാം, ക്യാബേജ്, ക്യാരറ്റ്, നമ്മുടെ കുക്കുംബർ, അതുപോലെ തക്കാളി. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് ഷവർമ ആയതുകൊണ്ട് മുകളിലും കൂടെ ചിക്കൻ ഇടുവാണ് നമ്മൾ. കറക്റ്റ് നല്ല പൊളപ്പനായിട്ടിരിക്കണം സാധനം. കണ്ടോ, കറക്റ്റായിട്ട് മുകളിൽ നമ്മൾ ചിക്കൻ ഇട്ടു. പിന്നെ നമ്മുടെ മുകളിൽ വെക്കുന്ന ചപ്പാത്തി ഇതേപോലെ തന്നെ ചപ്പാത്തി എടുക്കുക, അതിൽ കുറച്ച് മയണൈസ് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇവൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് അടച്ച് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ പ്ലേറ്റ് ഷവർമ റെഡി. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് ഷവർമ അതുപോലെ തന്നെ ഷവർമ റോള് ഒക്കെ നല്ല ജിംബ്രൂട്ടൻ്റെ കൂടി സെറ്റായിട്ടുണ്ട് കേട്ടോ, നല്ല പൊളി സാധനം. അപ്പോൾ ഇതിന് ഈ റോള് കഴിച്ച് നോക്കാം അല്ലടാ. അതെ, നമ്മുടെ ഈ പേപ്പർ അങ്ങോട്ട് കീറി കളഞ്ഞിട്ടുണ്ടല്ലോ, പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും ആ റോള് ചെയ്യണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇതാക്കിയെന്നുള്ളൂ. കണ്ടോ ഫില്ലിങ് ഒക്കെ ഉണ്ടോ. അപ്പോൾ എന്ത് സാധനം ചെയ്യുകയാണെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റൈൽ കൊണ്ടുവരിക. ഇപ്പം ഞാനിത് ചപ്പാത്തി ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബൂസ് നമുക്ക് ചെയ്യാൻ പറ്റാണ്ടല്ല, പക്ഷേ ചപ്പാത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് കുബൂസിനെക്കാട്ടിലും ഇഷ്ടം എനിക്കിതാണ് കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്താണെങ്കിലും ഇത് നമുക്ക് കഴിച്ച് നോക്കാം, പിന്നെ വാചകം അടിക്കുക അല്ലേ. ഇത് ഒരെണ്ണം മതി കേട്ടോ അവർക്ക്, ഒരു നേരത്തെ ഫുഡ് അത്രയ്ക്ക് സൂപ്പറാണ്, ഹെവിയാണ്, അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതാണെങ്കിൽ വീട്ടുകാർക്ക് മൊത്തം കഴിക്കാം, അടിപൊളിയായിട്ടുണ്ട്. നിനക്കുള്ള ഇവിടെ ഉണ്ട് കേട്ടോ, എനിക്കുള്ള ഞാൻ പയ്യെ വന്ന് എടുത്തു. ബാക്കി വന്ന ചിക്കൻ പീസ് നൈസായിട്ട് അവിടെ നിന്ന് കൂട്ടി പഠിച്ചിട്ട് റോളൊന്നും വേണ്ടപ്പോൾ ഞാനത് പഠിച്ചിട്ട് പിടിക്കാന്നാ പറഞ്ഞത്. അത് ഞാൻ മയണൈസ് നൈസായിട്ട് പഠിച്ചപ്പോഴേ ഹെവി സാധനം ആ ബാക്കിയുള്ള ചിക്കനും എല്ലാം കൂടെ എടുത്ത് ഒരു ചെറിയ റോളാക്കിയിട്ട് കഴിച്ചായിരുന്നു. എന്നിട്ടാണ് അവന് ഈ ക്യാമറ എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കൊടുത്തില്ല എന്നാലും പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ സാധനം ഇപ്പം ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഗ്രില്ലേ വെച്ചാൽ മതി. മാരിനേഷനൊക്കെ സെയിം സാധനം ചെയ്യുക, അങ്ങോട്ട് പെടയ്ക്കുക. നല്ല കിഡിലൻ ടേസ്റ്റാണ്. എന്താ പറയുക, പറയുമ്പോൾ തന്നെ ആ ഒരു ഇത് ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഷവർമ റോളും ഇതൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ പറയുന്ന സംഭവമൊന്നും ഇല്ലെന്നേ, റെസ്റ്റോറൻറ്റിലൊന്നും ഈ കാണിക്കുന്ന അത്രയൊന്നുമില്ല, അത്ര എക്യുപ്മെൻറ്റ്സ് ഒന്നും വേണ്ട. സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ കാട്ടിലുണ്ടാക്കിയില്ല സാധനം അല്ലേ. പിന്നല്ല. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം.
അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ എല്ലാ കമൻസും ഞാൻ വായിച്ചു നോക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാം നമ്മൾ ഉൾക്കൊണ്ട് നല്ല നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങോട്ട് ഒന്ന് ഓക്കെ ആക്കി ഓൾന്ന് ഇടുക. എന്നാലും നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഷവർമ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ തിരിച്ച് കൊടുത്ത് നമ്മൾ ആവുന്നതിനനുസരിച്ച് മുറിച്ചെടുത്ത് ഇങ്ങനെ റോളാക്കി എടുത്ത് പെട്ടയ്ക്കും കേട്ടോ. സാധനം കുബൂസ് നമ്മൾ വ്യത്യാസം എന്ന് പറയുമോ? ഇത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ഹെൽത്തി എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഹെൽത്തി എന്ന് പറഞ്ഞാൽ മയണൈസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്തി എന്ന് മാത്രം പറയാൻ പറ്റില്ല. പക്ഷേ റോൾ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ അല്ലേ ടേസ്റ്റ്. ഞാൻ പറയട്ടെ, ഇതിനകത്ത് കുബൂസ് വെച്ച് പൊതിയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ റോളാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്, ആ സൈസ് കൊണ്ടും ഒക്കെ. പിന്നെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടം ഇതാണ്. കുറച്ചും കൂടെ ആ ഒരു ഫീല് കിട്ടുന്നത് എനിക്കിതാണ്. മറ്റേ ഞാൻ കഴിക്കാത്തതല്ല, അത്രയ്ക്ക് എനിക്കിഷ്ടമല്ല. എല്ലാവർക്കും അതുപോലെ ആയിരിക്കണം എന്നില്ല കേട്ടോ. അതെ, എല്ലാവർക്കും അതുപോലെ വരില്ല കേട്ടോ. ചിലർക്ക് ചപ്പാത്തി ഇഷ്ടമില്ലാത്തവരുണ്ട്. സാധനം ഹെവി കേട്ടോ.